വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് തയ്യാറാക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന ബക്കറ്റ് ചിക്കനാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്ത ചിക്കനാണിത്. ഇതിൻ്റെ മുകളിലെല്ലാം നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞു കൊടുക്കണം. മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടീസ്പൂൺ, ഉണക്കമുളക് പൊടിച്ചത് 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മല്ലിച്ചപ്പും പുതിനയിലയും ചെറുതായി മുറിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1 ലെമണിൻ്റെ ജ്യൂസ്, വെളിച്ചെണ്ണ 2 ടീസ്പൂൺ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം. ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ്. ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ലെമൺ ജ്യൂസ് ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ലൂസാക്കി എടുക്കാം. ഇതുപോലെ മസാല റെഡിയാക്കണം. ഇനി ചിക്കൻ ഇതിലേക്ക് വെച്ച് നല്ലപോലെ മസാല ഇതിൽ തേച്ച് കൊടുക്കാം. വരഞ്ഞു വെച്ച എല്ലാ വശത്തേക്കും മസാല തേച്ച് പിടിപ്പിക്കണം. ഞാനിപ്പോൾ എല്ലാ വശത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് 1 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തയ്യാറാക്കാം. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയത്ത് ഇതെല്ലാം സെറ്റ് ചെയ്തു. ചിക്കൻ കുത്തി വെക്കാൻ വേണ്ടി ഇവിടെ പച്ച ഓലയുടെ മടലാണ് എടുത്തിട്ടുള്ളത്. അതിനു താഴെ വാഴയില വെച്ച് കൊടുത്തു. ഇനി ചിക്കൻ ഈ കൊള്ളിയുടെ മുകളിലേക്ക് വെക്കാം. വാഴയുടെ നാര് വെച്ച് ഇതിൻ്റെ കാലുകൾ ഒന്ന് കെട്ടിയിടാം. ഈ ടിന്ന് വെച്ച് ഇത് അടച്ചു കൊടുക്കാം. ബക്കറ്റാണ് വേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ ബക്കറ്റ് ഇല്ലാത്തതിനാൽ ഓയിലിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. ടിന്നിൻ്റെ പുറത്തൊരു കല്ല് വെച്ച് കൊടുക്കാം. നന്നായി ടൈറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും വിറകിട്ട് കൊടുക്കാം. ഇനി കത്തിക്കാം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. ചിക്കൻ കമ്പിയിൽ നിന്ന് ഒന്ന് താഴെ വന്നിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടെ നിന്ന് എടുക്കാം. ഇതിൻ്റെ കാലിലെ കെട്ട് കട്ട് ചെയ്യാം.
ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായി വെന്തിട്ടുണ്ട്, കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കഴിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.